കാലവും മഞ്ഞും നാലുകെട്ടും അസുരവിത്തും രണ്ടാമൂഴവും കൊണ്ട് സ്വാതന്ത്ര്യാനന്തര മലയാള സാഹിത്യത്തെ ദീപ്തമാക്കിയ എഴുത്തുകാരൻ. തകഴിക്കും കേശവദേവനും ഉറൂബിനും പൊറ്റേക്കാടിനും കാരൂരിനും ബഷീറിനും ശേഷം മലയാളത്തിന്റെ ഭാഷാ സാഹിത്യത്തെ ജീവിപ്പിച്ചു നിർത്തിയ കഥാകാരൻ. മലയാള ഗദ്യ സാഹിത്യത്തിന്റെ ക്ലാസിക്കൽ രചനകൾക്കും മുകുന്ദൻ, സക്കറിയ, കുഞ്ഞബ്ദുള്ള, വിജയൻ, കാക്കനാടൻ ആധുനികർക്കും തമ്മിൽ ഇടനിലയായി നിന്ന എഴുത്തിന്റെ വിസ്മയം. മാറുന്ന കാലത്തെ തൂലികയിൽ കൊണ്ടുവന്ന ഇരുട്ടിന്റെ ഇടനാഴികളിൽ കുറുകി നിന്ന ജീവിതങ്ങൾ അകപ്പെട്ട നാലുകെട്ടുകളെ പൊളിച്ചു കളയാൻ വ്യഗ്രപ്പെട്ട മനുഷ്യസ്നേഹി. ഗ്രാമപ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മാറിവരുന്ന കാലത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ ഒരു ഇക്കോളജിസ്റ്റിന്റെ പാടവത്തോടെ അടയാളപ്പെടുത്തിയ കൃതികൾ. മലയാളത്തിന്റെ ഫ്യൂഡൽ ഗ്രാമപദങ്ങളെയും കഥാഖനിയെയും പുനരാഖ്യാനം ചെയ്ത കേരളീയ ദൃശ്യഭാഷയിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തിയ ചലച്ചിത്രകാരൻ. മലയാളിയുടെ വൈകാരിക തലങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇത്ര മിടുക്കുള്ള മറ്റൊരു എഴുത്തുകാരനോ ചലച്ചിത്രകാരനോ നമുക്കുണ്ടായിട്ടില്ല. അതൊക്കെയായിരുന്നു നമുക്ക് MT എന്ന രണ്ടക്ഷരം. പുറത്തുള്ള ലോകത്തിന്റെ വൈരുദ്ധ്യങ്ങളും വൈപരീത്യങ്ങളുമാണ് മുമ്പേ നടന്ന എഴുത്തുകാർ ആവിഷ്കരിച്ചതെങ്കിൽ MTയിൽ ഒരു ആന്തരിക ലോകം തുറക്കുന്നത് കാണാം. തന്നോട് തന്നെ സംഭാഷണം നടത്തുന്ന കഥാപാത്രങ്ങൾ, തന്നെ വിചാരണ ചെയ്യുന്ന സന്ദർഭങ്ങൾ, ഫ്യൂഡൽ കാലം പണിത ജാതിയുടെയും ഗോത്രത്തിന്റെയും മൂല്യവ്യവസ്ഥയിൽ നിന്ന് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കും മുതലാളിത്ത മൂല്യങ്ങളിലേക്കും പറിച്ചു നടപ്പെട്ട മനുഷ്യരുടെ വേവലാതികൾ, ആത്മഭാഷണങ്ങളിൽ അകപ്പെട്ട ഈ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരങ്ങൾ മാർക്സിസത്തിൽ നിന്ന് മനഃശാസ്ത്രത്തിലേക്കുള്ള മലയാളത്തിന്റെ പാലം പണിയലായിരുന്നു. സിനിമയിൽ ആഴത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കി MT. സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കി MTക്ക് മുമ്പും തിരക്കഥകൾ ഉണ്ടായെങ്കിലും സാഹിത്യ സ്വഭാവിയായ തിരക്കഥയെ ശക്തമായി പ്രതിനിധീകരിച്ച ആദ്യത്തെ തിരക്കഥാകൃത്ത് MT തന്നെയാവണം. സാഹിത്യത്തെ ഒരു ചാലക ശക്തിയാക്കി അദ്ദേഹം തിരക്കഥയെ സജീവമാക്കി. ഭാഷയ്ക്ക് ഇത്രമേൽ ധ്വനിസ്വാതന്ത്ര്യമാകാമെന്ന് അന്നാദ്യമായി നമ്മൾ പഠിച്ചു വെച്ചു. വാക്കുകളുടെ ഈടുവെപ്പുകൾ അദ്ദേഹം മാറ്റി. അയഞ്ഞ സ്ക്രീൻ പ്ലേകൾ, എഡിറ്റിങ്ങിന് വിധേയമാകാത്ത സംഭാഷണ ശകലങ്ങൾ, ഇവയിൽ നിന്നെല്ലാം അവ വിട്ടുനിന്നു. എഴുത്തുകാരനെ വെട്ടിച്ച് കടന്നുപോയി ഒരു കഥാപാത്രത്തെയും സംസാരിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. അരാജകവാദിയായ കഥാപാത്രത്തെ പോലും. തിരക്കഥാരചന എങ്ങനെ മുറുകലിന്റെ കലയാക്കി മാറ്റി എഴുതാമെന്ന് അദ്ദേഹം മലയാള സിനിമയെ ഓർമ്മിപ്പിച്ചു. പരമ്പരാഗതവും ക്ലീശകൾ കൊണ്ട് നിറഞ്ഞതുമായ കഥാസന്ദർഭങ്ങളും സംഭാഷണങ്ങളും ഒഴിവാക്കപ്പെട്ടു. സിനിമയിൽ തിരക്കഥാകൃത്ത് എന്നത് ഗൗരവമേറിയ പോസ്റ്റാണ് എന്ന് മലയാള സിനിമയെ ആദ്യമായി പഠിപ്പിച്ചത് MT തന്നെയാണ്. ലോഹിതദാസിനെ പോലെ പിന്നീട് വന്ന തിരക്കഥാകൃത്തുക്കൾക്ക് വലിയ പ്രചോദന കേന്ദ്രമായി MT. കഥാപാത്രങ്ങളുടെ വാക്കുകൾ ചുരുങ്ങി വരുംതോറും കൂടുതൽ മുഴക്കത്തിലേക്ക് സഞ്ചരിക്കാമെന്ന മികച്ച പാഠവും പാഠഭേദവും അത് നിർമ്മിച്ചെടുത്തു. MT സിനിമയും MT സാഹിത്യവും കൃത്യമായി രണ്ടു കള്ളികളിൽ ഒതുക്കി പറയാവുന്ന രണ്ട് വിരുദ്ധ സംഗതികളല്ല. MTയുടെ സാഹിത്യത്തിൽ കടൽ വെള്ളത്തിൽ ഉപ്പ് എന്ന പോലെ സിനിമ ലയിച്ചു കിടപ്പാണ്. അദ്ദേഹത്തിന്റെ ആഖ്യാനങ്ങളിൽ നിറയുന്ന വാങ്മയ ചിത്രങ്ങൾ ഇതിന്റെ വലിയ തെളിവുകളാണ്. ദൃശ്യസമ്പന്നതയാൽ MTയുടെ കൃതികൾ മലയാളത്തിലെ മികച്ച സംവിധായകരുടെ അക്ഷയഖനിയായിരുന്നു. നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറു പുഞ്ചിരി എന്നിങ്ങനെ 6 സിനിമകളാണ് MT സംവിധാനം ചെയ്തത്. ഇതിൽ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന MTയുടെ തന്നെ കഥയാണ് നിർമാല്യം എന്ന സിനിമയായത്. ബന്ധനവും വാരിക്കുഴിയും അദ്ദേഹത്തിന്റെ അതേ പേരിലുള്ള കഥകളാണ്. മഞ്ഞ് എന്ന നോവൽ അദ്ദേഹം അതേ പേരിൽ സിനിമയാക്കുകയായിരുന്നു. SK പൊറ്റേക്കാടിന്റെ കടത്തുതോണി എന്ന കഥയാണ് കടവ് എന്ന ചിത്രത്തിന് ആധാരമാക്കിയത്. ഒരു ചെറുപുഞ്ചിരി ആവട്ടെ തെലുങ്ക് എഴുത്തുകാരൻ ശ്രീരമണയുടെ മിഥുനം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ്. ഇതിനു പുറമെ മോഹിനിയാട്ടത്തെക്കുറിച്ചും തകഴിയെക്കുറിച്ചുമുള്ള 2 ഡോക്യുമെന്ററികളും 54 തിരക്കഥകളും MTയുടേതായിട്ടുണ്ട്. കോവിഡ് കാലത്ത് എഴുത്ത്, വായന എന്നിവയെക്കുറിച്ച് MT ഇങ്ങനെ എഴുതി: ജീവിതവും മരണവും മുഖാമുഖം നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കോവിഡ് ഉണ്ടാക്കിയ ഡിപ്രഷനിൽ നിന്ന് എനിക്ക് ഇതേവരെയും മുക്തനാകാൻ കഴിഞ്ഞിട്ടില്ല. എഴുതാനുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ലോകമാകെയും പ്ലേഗ് പടർന്നു പിടിച്ച ഒരു കാലത്താണ് ആൽബേർ കാമു പ്ലേഗ് എന്ന നോവൽ എഴുതിയത്. 2020 അതുപോലെ ഒരു മഹാമാരിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ നോവലിൽ കാമു അവതരിപ്പിച്ച ഭയവും വേദനയും ലോകത്തിന്റെ യാഥാർത്ഥ്യമായി തീരുകയാണ് എന്നെനിക്ക് തോന്നുന്നു. മരണം അന്നത്തെ പോലെ ഇന്നും ലോകത്തെയും മനുഷ്യരെയും ശാസ്ത്രത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ജയിച്ചു നിൽക്കുന്നു. കഴിഞ്ഞുപോയ പലതും ഓർക്കുന്നു. അധികം വായിക്കരുതെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും വായനയിലൂടെ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു.
വായനയിലൂടെ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാണ് MT പറഞ്ഞത്. രോഗപ്രതിരോധ ഔഷധം കൂടിയാണ് വായന എന്ന സങ്കല്പമാണ് ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ MT മുന്നോട്ട് വയ്ക്കുന്നത്. വായനയെ സംബന്ധിച്ച് തീർത്തും അസാധാരണമായ ഈ അഭിപ്രായം വായനയിൽ തന്നെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന, വായനയുടെ ശമനസിദ്ധികൾ പലപ്പോഴായി തിരിച്ചറിഞ്ഞിട്ടുള്ള എഴുത്തുകാരുടെയും വായനക്കാരുടെയും സംയുക്തമായ അഭിപ്രായമായി തന്നെ മനസ്സിലാക്കാം. വായനയും വായനക്കാരും പുസ്തകങ്ങളും MT സാഹിത്യത്തിൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. 1994 അദ്ദേഹം എഴുതിയ ചെറുകഥ കാഴ്ചയിൽ ഇങ്ങനെ കാണാം: വായിക്കാൻ ഒന്നും എടുത്തില്ല, വഴിക്ക് വാങ്ങിയതുമില്ല. അമ്മയുടെ മുറിയിലെ മേശപ്പുറത്ത് അച്ഛന്റെ പഴയ പുസ്തകങ്ങൾ അതേപോലെയുണ്ട്. അമ്മ രാത്രി കുറച്ചു നേരം വായിക്കുന്നത് പതിവാണ്. പക്ഷെ പുതിയ പുസ്തകങ്ങളൊന്നുമില്ല. ലോക ചരിത്ര സംഗ്രഹത്തിന്റെ മേൽ അമ്മ നിവർത്തിവെച്ച പുസ്തകം നോക്കി. ഹിമഗിരി വിഹാരമാണ്. കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന കഥയിൽ അദ്ദേഹം എഴുതി: ഡിറ്റക്റ്റീവ് നോവലുകൾ രാപ്പകലുകൾ വായിച്ചിരുന്ന വിജയേട്ടൻ വീട്ടിലെ സ്ത്രീകളുടെ അനുഗ്രഹാശിസുകളോടെ ശരിയായ അപസർപ്പക വിദ്യ തുടങ്ങിയത്രേ. അച്ഛന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ മകനും തുണയായത് വായന തന്നെ. മഞ്ഞിൽ തുടക്കത്തിൽ തന്നെ നാം ഇങ്ങനെ വായിക്കുന്നു: വായിക്കാൻ ഒന്നുമില്ല. കട്ടിലിൽ കിടന്ന് കൈ എത്തിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ വെച്ച റേക്കിൽ അടുക്കില്ലാതെ കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ. എല്ലാം പലപ്പോഴായി വായിച്ചു തീർത്തവയാണ്. അവസാനം കയ്യിൽ കിട്ടിയത് മറിച്ചു നോക്കി. സുഭഗമായ ശരീരം വിറ്റ് കിരീടം വരെ വിലക്ക് വാങ്ങിയ ഒരു സുന്ദരിയുടെ കഥയാണ്. 4-5 പേജ് വായിച്ചു, മടുപ്പു തോന്നി. പുസ്തകം മെത്തയിലിട്ടു, കണ്ണടച്ചു കിടന്നു. വായനയാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് MT സാക്ഷ്യപ്പെടുത്തുന്നു. എഴുതാൻ കഴിയുന്നില്ലെങ്കിലും വായിക്കുക, കഴിഞ്ഞുപോയ പലതും ഓർക്കുക. അസാമാന്യമായി എഴുത്തിനെ തൊട്ടറിയുന്ന ഗംഭീര എഡിറ്റർ കൂടിയായിരുന്നു MT. നോവൽ രൂപത്തെ ഉടച്ചു മാറ്റുകയും വിപ്ലവകരമായി ഉടച്ചു വാർക്കുകയും ചെയ്ത നോവലായ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെയും എഡിറ്റർ MT ആയിരുന്നു. സർഗഭാവനകൾക്കൊപ്പം രാഷ്ട്രീയ സാംസ്കാരിക നൈതികതയുടെയും അടയാളമായിരുന്നു ഈ എഴുത്തുകാരൻ. എഴുത്തുപോലെ ആ സാമൂഹിക ഇടപെടലുകളും ചരിത്രപരമായിരുന്നു. അടിയന്തരാവസ്ഥയിൽ കക്കയത്തെ KSCB ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ പോലീസ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഭീകരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട REC വിദ്യാർത്ഥി P രാജന് സ്മാരകമുണ്ടാക്കാനുള്ള സമരപ്രക്ഷോഭങ്ങൾക്കൊപ്പം MTയും ഉണ്ടായിരുന്നു. കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിനെതിരെ കോഴിക്കോട് RDO ഓഫീസിലേക്ക് നടന്ന ബഹുജന മാർച്ച് നയിച്ചത് MT ആയിരുന്നു. ഉദ്ഘാടനത്തിൽ ആണവോർജം ഉപയോഗിക്കുന്നതിലുണ്ടായ പാളിച്ചകൾ മൂലമുണ്ടായ ദുരന്താനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടി MT നടത്തിയ പ്രസംഗം മുൻപിൻ ആലോചനയില്ലാത്ത വികസന കാഴ്ചപ്പാടുകൾക്കെതിരായ കുറ്റപത്രമായിരുന്നു. രാജ്യം മതാധികാരത്തിന്റെ ഫാഷിസ്റ്റ് ഭീഷണികളിലേക്ക് നീങ്ങിയ സന്ദർഭത്തിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും MT മടിച്ചില്ല. നാടിനും മനുഷ്യാവകാശങ്ങൾക്കും ഭീഷണിയാവുന്ന ദുരധികാര ശക്തികളെ എന്നും അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. നോട്ട് നിരോധനത്തിന്റെ അയുക്തികതയെയും ജനവിരുദ്ധതയെയും വിമർശിച്ചതിന്റെ പേരിൽ MTക്ക് ഫാഷിസ്റ്റ് അധികാര ശക്തികളുടെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 2024 ജനുവരിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയുള്ള സദസ്സിൽ വെച്ച് MT ഇങ്ങനെ പറഞ്ഞു: കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവ് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുകയാണ്. അധികാര സ്ഥാനത്തിരിക്കുന്നവരോടുള്ള ഈ MTN വിമർശനവും പല തലങ്ങളിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ചിരിക്കാത്ത, അധികം മിണ്ടാത്ത MTക്ക് ഇൻട്രോവേർട്ട് അഥവാ അന്തർമുഖൻ എന്നൊരു പട്ടമുണ്ടല്ലോ പൊതുവെ. എന്നാൽ അത് സ്വന്തം എഴുത്തു ജീവിതത്തിന് ആവശ്യമുണ്ടായിരിക്കണം എന്ന് സ്വയം നിശ്ചയിച്ചൊരു സുരക്ഷാ കവചമാണെന്ന് ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ സൗഹൃദ സംഘങ്ങൾ, അവരുടെ കൂടിച്ചേരലുകളൊക്കെ പ്രശസ്തരായ ആ സംഘാംഗങ്ങളുടെ ആത്മകഥകളിലുണ്ടല്ലോ. അവിടെയൊക്കെ അന്തർമുഖനായ MTയെ കാണാൻ സാധിക്കുമോ? ഇല്ല. തുഞ്ചൻ പറമ്പ് മുതൽ പിറകോട്ട് അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ, അവിടെയൊക്കെ കൊണ്ടുവന്ന സവിശേഷമായ മാറ്റങ്ങൾ, ഇതൊക്കെ ഒരു അന്തർമുഖ വ്യക്തിത്വത്തിന് ചെയ്യാൻ കഴിയുന്നതാണെന്ന് തോന്നുന്നില്ല. ദേശത്തോടും രൂപം കൊണ്ട മണ്ണിനോടും സ്വയം സംസാരിക്കുന്ന കഥകൾ അദ്ദേഹം നമുക്ക് തന്നു. തനിക്ക് കിട്ടാതെ പോയ സ്നേഹം, ധനം, പുസ്തകം, പരിഗണന, ഇവയുടെ വേദന, ആരോടൊന്നില്ലാത്ത പകയുടെ ധർമ്മസങ്കടങ്ങൾ അക്കാലത്തെ വായനക്കാർ MTയുടെ കഥകളിൽ കണ്ടെത്തി.
ഒരു എഴുത്തുകാരന്റെ കഥ തങ്ങളുടെ ആത്മകഥയായി അന്നത്തെ വായനക്കാർ വായിച്ചെടുത്തു. പലരും എം.ടിയുടെ കഥാനായകരായി കഥാനായികമാരായി ജീവിച്ചു. ആത്മാനുരാഗിയും സത്യസന്ധനും കാൽപ്പനികനും അലിവുള്ളവനും വൈകാരികനുമായൊരു മലയാളി യുവാവിന്റെ 1960 മുതൽ 2000 വരെയുള്ള കേരളീയ ജീവിതത്തിന്റെ കനപ്പച്ചയുള്ള എഴുത്താണി. ഭാഷയുടെ മുകളിൽ അനുപമമാം വിധം എം.ടി പ്രതിഷ്ഠിച്ചുവോ? ഉത്തരങ്ങൾ ഇക്കാലവും ഇനിയുള്ള കാലവും തരേണ്ടതുണ്ട്.